രൂക്ഷ വിമർശനങ്ങൾ അടക്കം ഉയരുമ്പോഴും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അതിവേഗ നീക്കങ്ങളിലാണ് പ്രത്യേകാന്വേഷണ സംഘം. ആദ്യഘട്ടം മുതൽ കുറ്റമറ്റ അന്വേഷണം നടത്തുന്നുവെന്ന അഭിപ്രായം കേട്ട SIT പിന്നീട് കാത്തിരുന്നത് വിമർശനങ്ങളാണ്. രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് അപ്പുറത്തേക്ക് SIT കുറ്റപത്രം നൽകാൻ വൈകുന്നത് കൊണ്ട് പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം കിട്ടുന്നുവെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചതാണ് ഏറ്റവും ഒടുവിലായി കേട്ട പഴി. ഇങ്ങനെയൊക്കെ ആയാൽ പൊതുജനങ്ങൾക്ക് സംശയം ഉണ്ടാകുമെന്നും കോടതി പറയുകയാണ്. ഈ ഘട്ടത്തിൽ പൊതുസമൂഹം മനസ്സിലാക്കുന്നത് എന്താണ്? SIT അന്വേഷണം പാളുന്നുണ്ടോ? നോക്കാം അമൽ സുരേന്ദ്രനിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ശാസ്ത്രീയ പരിശോധനകൾ പിടിച്ചെടുത്ത രേഖകളിലടക്കം നടത്തുന്നതിൽ അന്വേഷണ സംഘം വീഴ്ച വരുത്തിയെന്ന് ആക്ഷേപമുയരുമ്പോൾ അയ്യപ്പന്റെ സ്വർണം കട്ടക്കേസിൽ ജനങ്ങൾക്ക് ചിലത് പറയാനുണ്ട്. സത്യം തെളിയട്ടെ, നല്ല രീതിയിൽ പോട്ടെ. ശാസ്ത്രീയമായ പരിശോധനയൊന്നും നടക്കുന്നില്ലെന്ന് പ്രതിപക്ഷം പറയുന്നത്. അതാണ് നമ്മൾ ആവശ്യപ്പെടണം, അത് നടക്കും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അയ്യപ്പന്റെ മുതലല്ലേ, ആര് കെട്ടാലും പുറത്തു വരണം. അന്വേഷണം ഫലപ്രദമായി നടത്തണമെന്നുണ്ടെങ്കിൽ അവർ അതിൻ്റെതാകുന്ന രീതിയിൽ മുന്നോട്ട് പോകണം. ആ രീതിയിലല്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശാസ്ത്രീയമായിട്ടുള്ള തെളിവ് നടന്നാലേ നമുക്ക് അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള തെളിവും അവരുടെ ഭാഗത്തു നിന്ന് കിട്ടിയതായിട്ട് നമുക്ക് ഇത് ഇല്ലല്ലോ. അന്വേഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കാരല്ലേ, പിന്നെ നമ്മുടെ പോലീസ്, പിന്നെ അന്വേഷണം റെഡിയാവും ഇല്ല, അതൊക്കെ മാറ്റി പിടിക്കണം. അന്വേഷണം നടക്കുന്ന അന്വേഷണം നല്ലപോലെ നടക്കണം. ഇവരെയൊക്കെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം, നല്ലപോലെ ശിക്ഷിക്കണം. അന്വേഷണമൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. SITയുടെ നല്ല ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ ഇപ്പം അന്വേഷണം പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെയാണ് അന്വേഷണം പോകുന്നത്. ഏറ്റവും വളരെ മോശമായ രീതിയിൽ തന്നെയാണ് നമ്മുടെ അന്വേഷണം, SITയുടെ അന്വേഷണം പോകുന്നത്. ഇതിലിപ്പം പല നേതാക്കന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി ഇത് തിരുമറി നടത്താൻ അവിടെ ഇതാക്കുന്ന പല കേസുകളും അങ്ങനെ ഉണ്ടാക്കും. നമ്മൾ ജനങ്ങളെ കണ്ണി പൊടിയിടാൻ വേണ്ടി ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാം. പ്രഹസനമാണ്. കാരണം വെച്ചാൽ അത് ഇപ്പോൾ 3 മാസം ആകുമ്പോഴത്തേക്ക്, ഏതാണ്ട് 90 ദിവസം ആകുമ്പോഴത്തേക്ക് കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ ഔട്ടാകില്ല. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു ഇത് തന്നെ. അന്വേഷണം ഇതുവരെയും തൃപ്തികരമായിട്ടല്ല മുന്നോട്ട് പോകുന്നതെന്നാണ് എൻ്റെ ഒരു നിഗമനവും എൻ്റെ ഒരു കാഴ്ചപ്പാട്. അന്വേഷണം തൃപ്തികരമായിട്ട് തന്നെ പോകണം, എന്നാലേ ഈ സ്വർണ്ണപ്പാളി കവർച്ച ചെയ്ത ആൾക്കാരെ നമുക്ക് പിടിക്കാൻ പറ്റത്തുള്ളൂ. ജനങ്ങളുടെ പ്രതികരണം സമ്മിശ്രമാണ്. അന്വേഷണത്തിൽ ചിലർ തൃപ്തി പറയുമ്പോഴും തൊണ്ടി മുതലിലേക്ക് എത്തിച്ചേരുവാൻ അന്വേഷണ സംഘത്തിനാകാത്തത് ആശങ്കയുണർത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ചിലർക്ക് പറയാനുള്ളത് ഒക്കെ ഒരു കണ്ണിൽ പൊടിയിടലല്ലേ എന്നാണ്. ക്യാമറമാൻ ചെറിക്കൊപ്പം അമൽ സുരേന്ദ്രൻ, ന്യൂസ് മലയാളം, ആലപ്പുഴ.